ഇന്ന് എൻ്റെ ഇക്കോ വാന് CNG അടിക്കാൻ പോയ സമയത്താണ് നമ്മുടെ ഇടയിലേക്ക് ഒരു പുതിയൊരു പടനായകൻ, ഒരു ഭടൻ വന്ന് നിൽക്കുന്നത് കണ്ട്. സാധാരണ ഓട്ടോ, കാറ് ഇതൊക്കെയാണ് കാണാറുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൈക്ക് കൂടെ വന്ന് നിൽക്കും. അപ്പോൾ നോക്കുമ്പോൾ ബജാജിൻ്റെ CNG ബൈക്ക് ഓൾറെഡി റോഡിലെത്തിയിരിക്കുകയാണ്. ഞാനിത് ന്യൂസ് കണ്ടിട്ടേ ഉള്ളൂ. കണ്ടപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റായി. ഞാൻ അതിനെ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്തു. ഫസ്റ്റ് പറയാനുള്ള വെച്ചാൽ ലുക്ക് വൈസ് തന്നെ വളരെ നല്ല ഒരു ലുക്കാണ് ഈ ഒരു ബൈക്കിനുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അതിന് സീറ്റൊക്കെ തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം 4 പേർക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ സീറ്റുള്ളത്. പക്ഷേ നമുക്ക് 2 പേർക്ക് പോകാനുള്ള പെർമിഷനേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2 കിലോ CNG, അതുപോലെ തന്നെ 2 ലിറ്റർ പെട്രോളാണ്. ടോട്ടൽ 330 കിലോമീറ്റേഴ്സാണ് ഇവർ മൈലേജ് പറയുന്നത്. എന്ന് വെച്ചാൽ 2 ലിറ്റർ പെട്രോൾ നമുക്ക് ഇതിൽ റിസർവായിട്ട് വെക്കാം, സ്റ്റാർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ 2 കിലോ CNG കൂടെ ഫില്ല് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2 കിലോയ്ക്ക് 102 വെച്ച് 204 കിലോമീറ്ററാണ് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ സീറ്റിന് തൊട്ടടിയിലാണ് ഇതിൻ്റെ CNG ടാങ്ക് വെച്ചിരിക്കുന്നത്. ഇത് വളരെ സേഫാണ്. ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ CNG ഈക്കോ വാനിനെ പറ്റിയാണ്, അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് അത്രയ്ക്കും സെക്യൂരിറ്റി ഉള്ളൊരു സംവിധാനമാണ്. കണ്ടോ, നല്ല ലുക്കാണ് ഈ വണ്ടിയുള്ളത്. അത്യാവശ്യം നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിതിനെ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ നമുക്ക് ഗ്യാസിലും കിട്ടും. അതുപോലെ നമുക്ക് പെട്രോളും റിസർവായിട്ട് വെക്കാം. കണ്ടോ, അത് സ്റ്റാർട്ടായി നിൽക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് CNGയിലോട്ട് മാറിക്കോളും. സ്റ്റാർട്ടിങ്ങിന് മാത്രം പെട്രോൾ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. CNG യൂസ് ചെയ്തവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.